ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോ ഗാർഡൻ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നത് കരുതിക്കൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. DTTC വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്ന. പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ്. അപ്പം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് 60 റുപ്പീസ്. നമുക്ക് കേരളത്തിൻ്റെ അകത്ത് CC കൊറിയർ ചാർജ് 70 റുപ്പീസാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ അടുത്ത് കൊറിയർ ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കൊറിയർ ചാർജ് ഉണ്ട്. കേരളത്തിൻ്റെ അകത്ത് CC 70 റുപ്പീസും സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇത് 70 റുപ്പീസാണ് കേട്ടോ. അഗ്ലോണിമ എല്ലാം ജിഫിയിലതാണ്. ഇതും 70 റുപ്പീസ്. അപ്പോൾ ഇപ്പോഴും കൊറിയർ ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കൊറിയർ ചാർജ് 70 റുപ്പീസ് 1 kg-ക്കാണത്. പിന്നെ തമിഴ്നാട്ടിലോട്ട് അവർ മുമ്പൊക്കെ 120 വാങ്ങിച്ചിരുന്ന് ഇപ്പം 100 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അഗ്ലോണിമ ഐസ് 70 റുപ്പീസ്. ഇനി അഗ്ലോണിമ ബട്ടർഫ്ലൈ, ഇത് 80 റുപ്പീസ്. ഇത് 20 റുപ്പീസ്. പിന്നെ ഉള്ളത് ഇത് 60 റുപ്പീസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പം തന്നെ ചെയ്യും. പിന്നെ മറന്നുപോയാലോ? ഞാനും അതുകൊണ്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ പിന്നെ മറന്നു പോകും പറയാനായിട്ട്. ഇത് 190 രൂപ. ഇത് നല്ല വലിയ പ്ലാന്റ് ആകും കേട്ടോ. ഇത് വലിയ പ്ലാന്റാണ്. വലിയ പോട്ടിൽ നമുക്ക് വെക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഓഫീസ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിലും വലിയ പോട്ടിലായിട്ട് വെക്കാൻ നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ പ്രൈസ് 190 രൂപ. ശ്രീലങ്കൻ മുല്ല 60 റുപ്പീസ്. ഗുണവും ഇല്ല മണവും ഇല്ല. ഇങ്ങനെ ഭംഗിക്ക് നിർത്താം. ഒരുപാട് പൂക്കൾ പിടിക്കും. കുഞ്ഞുനാൾ മുതലേ അങ്ങ് പൂക്കൾ പിടിച്ച് തുടങ്ങും. നല്ല വെയിലത്ത് നിർത്തുക, ആവശ്യത്തിന് വെള്ളം കൊടുക്കുക, അത്ര മതി. വലിയ കെയറിങ് ഒന്നും വേണ്ട. 60 റുപ്പീസ്. പിന്നെയുള്ളത് ഫിലോഡറൻ സിൽവർ സ്ട്രീക്ക്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. ഇത് നമുക്ക് സ്റ്റിക്കിലൊക്കെ വളർത്താം കേട്ടോ. ഇത് സ്റ്റിക്കിലൊക്കെ പടർന്ന് കയറിപ്പോകുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. ബിഗോണിയ 10 റുപ്പീസ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലും കാണിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ സെയിൽ ചെയ്തിട്ട് ഇപ്പോഴും ഉള്ളതാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികമില്ല ചില പ്ലാന്റ്സ് ഒന്നും. ഇത് അഗ്ലോണിമ പിങ്ക് ലേഡി 280. ഇതൊരു അരേലിയ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. പിന്നെയുള്ളത് ഒരു കലാത്തിയ. ഇതിൻ്റെ പ്രൈസ് 50 റുപ്പീസ്. ഇത് റെഡ് കളർ ഫ്ലവർ പിടിക്കുന്ന തെച്ചി. ഇതിൻ്റെ പ്രൈസ് 50 റുപ്പീസ്. ഇത് 10 റുപ്പീസ്. ഇത് ഹാങ്ങിങ് മെലസ്റ്റോമ 10 റുപ്പീസ്. ഫിലോഡൻഡ്രൻ മൂൺഷൈൻ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190. ബേർഡ് നെസ്റ്റ് ഫോൺ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 220. വലിയ പ്ലാന്റാണ് കേട്ടോ. ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ. ഇതിപ്പോൾ ചെറിയ പോട്ടാണ് കേട്ടോ. ഇത് വളർന്നു പോയി. കുറച്ചുകൂടി വലിയ പോട്ടിൽ നമ്മൾ വെക്കണം. വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഇത് ബിർക്കിൻ 190 റുപ്പീസ്. ഇത് ഒരു സ്ലോ ഗ്രോത്ത് പ്ലാന്റാണ്. സ്ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ. അതിന് വളരാനേ വയ്യ. എനിക്ക് വയ്യ എന്നും പറഞ്ഞ് വളരുന്നൊരു ചെടിയാണ്. അത് 2 വർഷമായാലും 3 വർഷമായാലും ഏകദേശം ഒരു ചിലപ്പോൾ കഷ്ടിച്ച് ഒരു 4-5 ലീഫ് വളരുമായിരിക്കും. അതിന് വയ്യ. എന്നാൽ കാണാൻ നല്ല ഭംഗിയുമാണ് കേട്ടോ. ആ ഗ്രീനിൽ വൈറ്റ് വര പോയിരിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെയുള്ളത് കാർഡിനൽ ടിക്ക്. ഇതിൻ്റെ ലീഫ് 3-4 ലീഫിൽ ഇങ്ങനെ ഏതൊരു പ്രാണി വന്ന് കടിച്ചു തിന്നതാണ് കേട്ടോ. നല്ലതാണെന്ന് വെച്ചാൽ പ്രാണി കടിച്ചത് നല്ലതാണെന്നല്ല, ആ ചെടി കാണാൻ നല്ലതാണെന്ന് പറഞ്ഞതാണ് കേട്ടോ. പ്രാണി കടിച്ചാലും കടിച്ചില്ലെങ്കിലും എല്ലാം നല്ലതാണ്. പോട്ടെ. ഇത് കലാത്തിയ 70 റുപ്പീസ്. ലോറ പെറ്റാലുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. ലീഫും പൂവും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പൂവ് എന്തെന്ന് ചോദിക്കില്ലേ, പൂവില്ല. 60 റുപ്പീസ്. സ്നേക്ക് പ്ലാന്റ് പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. നീളത്തിൽ വളരുന്നതാണ്. പിന്നെയുള്ളത് ഇത് പെപ്രോമി. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ട്. നാളെ കഴിയുമ്പോൾ അറിയാം ഇത് ഇനി ബാക്കി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ വെറുതെ കാണിച്ചെന്നുള്ളേ. ഇത് അലോക്കേഷ്യ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 240. പ്ലാസ്റ്റിക് ലീഫ് പോലെ ഇരിക്കും. ഇപ്രാവശ്യം നമുക്ക് വേറെ 2 ടൈപ്പും കൂടിയുണ്ട്. ഒരു അലോക്കേഷ്യ മെലോ, പിന്നെ ഞാൻ കാണിച്ചു തരാം. വേണ്ടേ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 220. ഇതൊരു വെറൈറ്റി, അലോക്കേഷ്യ വെറൈറ്റിയാണ് ഇതിൻ്റെ കറക്റ്റ്. ഇത് മെലോ. ഇതാണോ മെലോ അതോ ഇതാണോ? ഏതോ ഒന്ന് മെലോയും ഏതോ ഒന്ന് നെബുല, അങ്ങനെ എങ്ങാണ്ടെയാണ്. എന്തായാലും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇടണേ. ഇത് ചൈന റെഡ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 280. പിന്നെ ക്ലസ്റ്റർ വൈൻ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. നല്ല കുഞ്ഞു കുഞ്ഞു നീല കളർ ഫ്ലവർ പിടിക്കും.
ഒരുപാട് പൂക്കൾ പിടിക്കും കേട്ടോ. ഒന്നിൽ തന്നെ ഇങ്ങനെ ഒരു 3-4 പൂക്കൾ ഒരുമിച്ച് പിടിക്കും. ഇത് റിംഗ് ഓഫ് ഫയർ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250. ഇപ്രാവശ്യം നമുക്ക് വെരിഗേറ്റഡും ഉണ്ട്. ഇതിൻ്റെയും പ്രൈസ് 250 ആണ്. രണ്ടിൻ്റെയും പ്രൈസ് 250. പിന്നെയുള്ളത് അഗ്ലോണിമ റെഡ് വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 280. ഇത് ഫിലോഡൻഡ്രൻ മൂൺഷൈൻ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് 70 റുപ്പീസ് ചെറിയത്. ഇത് യുഫോർബിയ 20 റുപ്പീസ്. എപ്പേഷ്യ 20 റുപ്പീസ്. റെഡ് കളറാണ് ഫ്ലവർ. പിന്നെ ഉള്ളത് സ്നോ ബുഷിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. ഇത് ഫിലോഡൻഡ്രൻ വൈറ്റ് പ്രിൻസസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 275. 275 വലിയ പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത്. പിന്നെ ഈ പ്ലാന്റ് എല്ലാം ഇല്ലേ, ഈ വില കൂടിയ പ്ലാന്റ്സിൻ്റെ എല്ലാം പിക്ക് നമ്മൾ അയച്ചിട്ട് ആ ടൈമിൽ പിക്ക് അയച്ചിട്ട് ആ പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത്. പാക്ക് ചെയ്യുന്ന ടൈമിൽ പിക്ക് ഇട്ട് തരും. ഇത് റെഡ് ഹാർഡ്. ഇതൊരു കലാത്തി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 290. ഇതിലെനിക്ക് തോന്നുന്നു ഒരു 3-4 ഷൂട്ടുണ്ട്. 3-4 ഷൂട്ട്സ് ഉണ്ട്. റെഡ് ഹാർട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 220. സിങ്കോണിയം ഗ്രീൻ ഫ്ലാഷ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. അടുത്തത് ഒരു കലാത്യ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 240. ഇതിലും ഉണ്ട് 2-3 ഷൂട്ട്സ്. 240 ആണ്. പിന്നെയുള്ളത് ബ്ലാക്ക് കാർഡിനൽ. ഇത് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടാൽ അയച്ചു തരാം. ബ്ലാക്ക് കാർഡിനലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 240. പിന്നെ നാടൻ വിഗാറോസ് ആണ്. പീച്ച് കളറാണ്. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നു. ഇത് റെഡ് കളറ്. ഇതിൻ്റെ എല്ലാം പ്രൈസ് 20 റുപ്പീസാണ്. നാടനാണ്. ഇതൊരു ഡാർക്ക് പിങ്ക്. ഇതും പീച്ച് കളറ്. പീച്ചുണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്. ഏതൊരു നടൻ പറയുന്ന കണക്ക്. ഇത് കലാത്യ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഇതിനകത്ത് കുറേ ഷൂട്ട്സ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 290 ആണ്. അത് നമുക്ക് സിംഗിൾ ഷൂട്ടില്ല. പീക്കോ കലാത്യ. ഇത് നമ്മൾ സിംഗിളായിട്ടൊക്കെ നിൽക്കുന്നതിനേക്കാൾ ഇങ്ങനെ കൂട്ടത്തോടെ ഒരുപാട് വളർന്ന് കൂട്ടത്തോടെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഭംഗി കൂടുന്നത്. ഇതൊരു ഫിലോഡൻഡ്രൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190. നല്ല കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ. സൂപ്പർ. നല്ല ചുരിദാർ തയ്ച്ചിടാൻ നല്ല ഗ്രീനും യെല്ലോയും അല്ലേ. അല്ലെങ്കിൽ യെല്ലോ ഗ്രീന്, വൈറ്റ് ഗ്രീന് നല്ല കോമ്പിനേഷനാണ്. പിന്നെ മറ്റേ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ചേരുന്നത് ഒരു പിസ്ത ഗ്രീൻ ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ്. ഇത് അഗ്ലോണിമ 10 ക്യാരറ്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 320 ആണ്. 320 ആണെങ്കിൽ നല്ല വലിയ പ്ലാന്റ് കേട്ടോ, അല്ലാതെ സീഡ്ലിങ്സ് ഒന്നുമല്ല, നല്ല മെച്യൂർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഉള്ളത് ഫിലോഡൻഡ്രൻ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസ്. ഇത് നമ്മൾ കാണിച്ചതാണ്. പിന്നെ ഉള്ളത് മോൺസ്ട്ര ഡിലീസിയോസ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 295. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാ ചെടികളും നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ലീഫ് ഇങ്ങനെ കട്ട് ചെയ്ത് കിടക്കുന്നത് കാണാനായിട്ടല്ലേ. ഓഹ്, ദൈവത്തിൻ്റെ സൃഷ്ടി അപാരം. ഇത് കുറച്ച് നന്നായിട്ട് വളർന്ന്, അതായത് കുറച്ച് നമുക്ക് കാട് പോലെയൊക്കെ ഫീൽ ചെയ്യാനായിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. ആക്ച്വലി ഈ പൂച്ചെടികളില്ലേ, പൂക്കൾ പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ സീസൺ തീരുന്നതോടുകൂടി പിന്നെ ചെടികൾക്കൊന്നും വലിയ ഭംഗി കാണത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോഗൻവില്ല ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. എവിടെ നോക്കിയാലും ബോഗൻവില്ല പൂത്ത് നിൽക്കുന്ന, ഇല കാണാതെ പൂത്ത് നിൽക്കുന്നതാണ്. എന്താ ഭംഗിയല്ലേ. അത് പടർന്ന് നിൽക്കുന്നതായാലും അതിൻ്റെ പുറത്തോട്ട് പടർന്ന് നിൽക്കുന്നതായാലും ചെടിച്ചട്ടിയിൽ ഒതുക്കി വെട്ടി നിർത്തുന്നതായാലും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ സീസൺ കഴിയുന്നതോടുകൂടി പിന്നെ ചെടിക്കൊന്നും ലീഫ് മാത്രമല്ലേ ഉള്ളൂ, വലിയ ഭംഗിയില്ല. പക്ഷേ അപ്പോഴും ഇപ്പോഴും എപ്പോഴും കാണാൻ കിടിലം ഫിലോഡൻഡ്രൻ പോലുള്ള ഈ ഇലച്ചെടികൾ എപ്പോഴും നല്ല ഭംഗിയാണ് കാണാൻ. മുമ്പും എനിക്ക് പൂച്ചെടികളായിരുന്നു കേട്ടോ ഇഷ്ടം. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ലായിരുന്നു ഈ ലീഫി പ്ലാന്റ്സ് ഒന്നും, ഇങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് പൂച്ചെടികളെക്കാളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം പറയത്തില്ല, മറ്റേ അഴുകിയ രാവണൻ സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ, വെറുപ്പിൻ്റെ അവസാനം കുട്ടിശങ്കനോട് പ്രണയം എന്ന് പറഞ്ഞ കണക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം നേരത്തെ വെറുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ മുമ്പും, ചുമ്മാ ഡയലോഗ് അടിച്ചത്. ഇതിൻ്റെ പ്രൈസ് 250. ഇതൊരു കലാത്തി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 290.
നമ്മൾ പോട്ട് ഉൾപ്പെടെ അയക്കണമെങ്കിൽ അങ്ങനെയും അയക്കും. പക്ഷേ നമുക്ക് കൂടുതൽ പ്ലാൻസ് നമുക്ക് അങ്ങനെ അയക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ 2, 3 എണ്ണമൊക്കെ മതിയെങ്കിൽ നമുക്ക് പോട്ട് ഉൾപ്പെടെ അയക്കാൻ പറ്റും. സൂപ്പർ വൈറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 260. നമ്മളിതിൻ്റെ എല്ലാം ഫോട്ടോ അയച്ചു തരും കേട്ടോ, എന്നിട്ടേ അയക്കത്തോളേ. പിന്നെ ഉള്ളത് SP കൊളംബിയ വലിയ പ്ലാന്റാണ് ഇപ്രാവശ്യം ഉള്ളത്. 130 60 റുപ്പീസിൻ്റെത് ഉണ്ടായിരുന്നു, തീർന്നു. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. ഇതെൻ്റെ ഇതിൽ കിടന്ന പഴയ വീഡിയോ ആണ് ഞാൻ കാണിച്ചത്, SP കൊളംബിയയുടെ. അപ്പം എപ്പോഴും അങ്ങനെയാണ്, വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ആഡ് ചെയ്യാൻ മറന്നു പോകും. അതൊരു നേർച്ചയാണ്, ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് മറക്കണമെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിലുള്ള പ്ലാൻസ് എന്ന് പറയുന്നത്. പ്ലാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണേ. പിന്നെ ഒരു കാര്യം എടുത്ത് പറയുവാണേ, ഞാൻ പിക്കിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിക്കിട്ട് തരാമെന്ന് പറഞ്ഞത് വില കൂടിയ പ്ലാൻസിൻ്റെ ആണ്, അല്ലാതെ വില കുറഞ്ഞ 5-ൻ്റെയോ 10-ൻ്റെയോ 20-ൻ്റെയോ ഒന്നും ഞാൻ പിക്കിടത്തില്ലേ. അതൊക്കെ ചെറിയ പ്ലാൻസ് തന്നെ ആയിരിക്കും. അതിൻ്റെ ഒന്നും പിക്കിടാൻ പറയല്ലേ ദയവേത്, പ്ലീസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വിട വാങ്ങുന്നു. സൈനിങ് ഓഫ്, ഡൈന ഡേവിഡ് ഫ്രം കൊല്ലം.